സന്തോഷമാണ്. നല്ല നമ്മൾക്ക് ഒരു ഭാഗ്യമാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ. പ്രേക്ഷകരെല്ലാം കണ്ടെന്ന് പറയുന്നത് വെച്ചാൽ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ജോണസ് കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ഒരുപാട് ഫൈറ്റില്ല, ഡയലോഗില്ല, വിഷയത്തിലും കണ്ണു നിറഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നത്. എങ്ങനെ അല്ല, ഞാൻ ഭയങ്കര സന്തോഷമാണ്. നല്ല നമ്മൾക്ക് ഒരു ഭാഗ്യമാണ്. ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നല്ല സ്ക്രിപ്റ്റിൽ നല്ല ഡയറക്ടറുടെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു നടൻ്റെ ഭാഗ്യം. അത് എനിക്ക് അതൊക്കെ ഈ പടം വെരി പ്രൗഡാണ്. എന്താ പറയുക, അല്ല ഇദ്ദേഹത്തിൻ്റെ അത് ഫസ്റ്റ് ഒരു സിനിമ ഇത്ര മനോഹരമായിട്ട് അടുത്ത കാലത്ത് നല്ല സിനിമയുടെ ഒരു എസ്തെറ്റിക്സിലാണ്. പഠിച്ചിറങ്ങിയതിൻ്റെ ഗുണവും പഠിപ്പിൻ്റെ ഗുണവും എല്ലാം ഉണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ബോയ്. വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് കൃത്യമായി ഷൂട്ട് ചെയ്താണ്. ഓരോ നിമിഷം ഭയങ്കര പ്രേക്ഷകർ എൻജോയ് ചെയ്താണ് കാണുന്നത്. എങ്ങനെയുണ്ട് പ്രേക്ഷകർ? ഇവിടെ ഇരുന്ന് കാണുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാർ കൈയടിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര ഓവർവെൽംഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം. ഇവരോടല്ലേ ഇവരോട് ചോദിക്കാൻ ഈ രണ്ടുപേരോട് പ്രധാന താരങ്ങളാണ്. അവസാനം ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. വർക്ക് ചെയ്യാനും രസമുണ്ടായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ശരനോട് പറയാനുണ്ട്, ഈ കഥ എക്സാക്ട്ലി ഓർമ്മയില്ല. ഇപ്പോൾ 2 വർഷമായില്ലേ. ആൻഡ് ഡബ്ബിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അധികം സൗണ്ട് ആയതുകൊണ്ട്. സോ പിന്നെ ഇപ്പോഴാണ് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഐ എം സോ ഹാപ്പി വിത്ത് ഓൾ ദി ഫിലിം ഹാസ് കം ഔട്ട്. ശരൺ ഇതിലെ എന്തോന്ന് പ്രശ്നം പറഞ്ഞു? ഒരുപാട് സന്തോഷം. ഞാനിങ്ങനെ സിനിമ കാണുന്ന പോലെ അല്ലായിരുന്നു. ഒരുപാട് കുറച്ച് നാളായെങ്കിലും എനിക്ക് സ്ക്രിപ്റ്റ് ഇങ്ങനെ തലയിലുണ്ട്. അപ്പോൾ അറിയുന്ന സീൻസ് ഇങ്ങനെ കണ്ടുപോകുമ്പം ഭയങ്കര എനിക്കിപ്പോൾ നെഞ്ചിടി ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ നാളത്തെ ഒരു സ്വപ്നമാണെന്ന് പറയുന്നത്. ജോജേട്ടനും എല്ലാവരും ഒരുപാട് സന്തോഷം. സാറിൻ്റെ കൂടെ ഒരു പടം ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിലും ഞങ്ങളുടെ ഇനിയും വിളിക്കണം. അടിപൊളി. അതെ അതെ അതെ. എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മ്യൂസിക്കാണ്. പടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മ്യൂസിക്കാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാം ചേരുമ്പോഴാണ് ആ ഡയറക്ടറിൻ്റെ ഒരു കൺവിക്ഷനാണ്. എവിടെ മ്യൂസിക് വേണം, എവിടെ മ്യൂസിക് വേണ്ട, എവിടെ ഇമോഷണൽ കണ്ടൻറ്റ് വരുമ്പോൾ നമ്മൾ മ്യൂസിക്കിൻ്റെ കൂടെ അത് കയറ്റി അടിക്കേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ ജസ്റ്റ് ടോക്ക്, ക്യാരക്ടേഴ്സ് ക്യാൻ ജസ്റ്റ് ടോക്ക്. ഇവിടെ ഇതിലൊരു സീനിൽ ജോജുവിൻ്റെ ഒരു നല്ലൊരു കിടിലൻ ഡയലോഗുണ്ട്. അവിടെ മ്യൂസിക്കേ ഇല്ല എന്നുള്ളത് ദാറ്റ് ഇസ് എ ചോയ്സ്. അത് ഡയറക്ടറും കൂടെ ഓക്കെ പറഞ്ഞാലേ അങ്ങനെ ഒരു ചോയ്സ് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാലല്ലേ ഇവർ ഇപ്പോൾ തോമസിൻ്റെ ഒരു ഹ്യൂജ് കംബാക്ക് ആയിരിക്കും അല്ലേ ഒരു കമ്മിങ് ബാക്ക് ടു ദ മെയിൻ സ്ട്രീം എന്നുള്ള രീതിയിൽ അല്ലേ. സോ ആൻഡ് ഈവൻ ഒരു വലിയൊരു കാര്യം പറഞ്ഞു, ഇതിലൊരു പാട്ടിൽ ഗിറ്റാർ പ്ലേ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതിനുവേണ്ടി ഹി ടുക്ക് എ ഗ്രേറ്റ് എഫേർട്ട് ടു ലേൺ ദ കോഡ്സ്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഹെൽപ്പ്. അതെ, നമ്മുടെ ഗിറ്റാർ പ്ലെയർ സന്ദീപ് പ്രത്യേക ട്രെയിനിങ് സെഷനൊക്കെ കൊടുത്ത് അതിനുവേണ്ടി എടുത്തൊരു എഫേർട്ടുണ്ട്, ദിവസങ്ങളോളം എടുത്ത എഫേർട്ടുണ്ട്. അതാണ് ആ സ്ക്രീനിൽ കണ്ടത്. എന്നാലും എനിവേസ് നല്ലൊരു സന്തോഷം ഇങ്ങനൊരു സിനിമയിൽ ഭാഗമാകാൻ പറ്റി. അല്ലേ താങ്ക് യു. എന്തായാലും അടിപൊളിയായിട്ടോ പ്രേക്ഷകർ രണ്ട് കൈ സ്വീകരിച്ചു. താങ്ക്സ് മാം. ശരിമാ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകർ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു ഒരുപാട് സീരിയസ് ആയിട്ടോ ഒരുപാട് അങ്ങനത്തെ ഒരു പ്ലോട്ടല്ലേ കഴമ്പുള്ളൊരു സിനിമ കൂടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സിനിമ ആയതുകൊണ്ടല്ല, ഭയങ്കര ഒരു ഫാമിലിയിൽ നടക്കുന്ന ഒരു സംഭവം, കുറച്ചൊരു സ്ലോ, നമ്മുടെ ഒരു പേസിൽ നടക്കുന്ന ഒരു സംഭവം. പിന്നെ ഞാനൊരു NRI ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് എന്താണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഞാനിത് ഇറ്റ്സ് നോട്ട് ഫോർ മാർക്കറ്റിംഗ് ഓർ എനിത്തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദ മ്യൂസിക് എനിക്ക് എല്ലാവർക്കും ഭയങ്കര ലൈഫുള്ളതായിട്ട് തോന്നി. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ശരൺ ഇങ്ങനെ ഒരു ക്രാഫ്റ്റ് നമുക്ക് തരാൻ പറ്റിയതിൽ ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദിസ് മൂവി. മനോഹരമായിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സിനിമകൾ കാണാൻ സാധിക്കും. താങ്ക് യു. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഒരുപാട് സീരീസ് ആവാൻ തന്നെ കണ്ടിരുന്ന് ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു ചിന്തിക്കാൻ ഒരു നർമ്മം പോലും നമ്മൾ സാധാരണ സംസാരിക്കുന്നതിൽ നിന്ന് എടുക്കുന്ന ഒരു നർമ്മമാണ്. അപ്പം ഇപ്പോഴും നമ്മൾ സിനിമകൾ കാണുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഒരു
ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്തുള്ളൊരു നർമ്മമായിരിക്കും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ടൊരു സിറ്റുവേഷണൽ ഒരു സാധനമുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര സുഖം തോന്നും. ഈ സുരാജ് ചേട്ടൻ്റെയൊക്കെ കൂടെയുള്ള സീൻസ് ആണല്ലോ കൂടുതൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ടിങ് എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. നിങ്ങൾക്ക് അത്രയും നാച്ചുറലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും അവിടെ നിന്നൊരു നല്ലൊരു റിയാക്ഷൻ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ്. വർക്കിംഗ് വാസ് റിയലി ഗുഡ്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളൊരു ചേട്ടനൊപ്പം ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. നമ്മളൊരു ഫാമിലി പോലെയാണ് ആക്ച്വലി ഷൂട്ട് നടന്നത്.